നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കണ്ണൂരിൽ മെഡിക്കൽ ഷോപ്പുകാരുടെ ഗുരുതര അനാസ്ഥ. 8 മാസം പ്രായമുള്ള കുഞ്ഞിന് മരുന്നു മാറി നൽകി. ഡോക്ടർ കുറിച്ച മരുന്നിന് പകരം നൽകിയത് അധിക ഡോസുള്ള മരുന്ന്. കുഞ്ഞിന്റെ കരളിന്റെ പ്രവർത്തനത്തെ ബാധിച്ചുവെന്ന ഡോക്ടർമാർ. ഖദീജ മെഡിക്കൽസിനെതിരെ നടപടിയുമായി ആരോഗ്യവകുപ്പ്. യാക്കോബായ സഭയുടെ കാതോലിക്കയെ വാഴിക്കുന്ന ചടങ്ങിൽ സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കുന്നതിനെതിരെ ഓർത്തഡോക്സ് സഭ. സുപ്രീം കോടതി വിധി സർക്കാർ അട്ടിമറിക്കുന്നു. സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനായി ഒരു വിഭാഗം തുനിയുമ്പോൾ അതിന് നമ്മുടെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ കട്ട സപ്പോർട്ട് നൽകുന്ന ഭരണ സംവിധാനം. പുതിയ വാഴിക്കൽ സമാന്തര ഭരണത്തിന് വേണ്ടിയെന്ന് സഭാ അധ്യക്ഷൻ. ലെബനനിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മന്ത്രി പി രാജീവ് ഉൾപ്പെടെ 7 സർക്കാർ പ്രതിനിധികൾ. പൊങ്കാല പുണ്യം നുകർന്ന ഭക്തസഹസ്രങ്ങൾ. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചത് ഉച്ചയ്ക്ക് 1:15. മണിക്കൂറുകൾക്കുള്ളിൽ നഗരം വൃത്തിയാക്കി നഗരസഭ. പൊങ്കാല അടുപ്പുകളിലെ കല്ലുകൾ ലൈഫ് പദ്ധതിയിൽ വീട് വയ്ക്കുന്നവർക്ക്. പൊങ്കാലയ്ക്കിടയിലും സമരവീര്യവുമായി ആശവ. നിവേദ്യം സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ. ഞങ്ങളുടെ ആശയുടെ സമരം ആയതുകൊണ്ട് സമരവും ഇന്ന് പിന്മാറാതിരിക്കാനും കൂടെ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് പൊങ്കാലയിടുന്നത്. ഇപ്രാവശ്യം ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ സമരവും പൊങ്കാലയും ഒരുമിച്ച്. ഇന്നും സമരപ്പന്തലിലെത്തി സുരേഷ് ഗോപി. ആശാ സമരത്തിനെതിരെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. തുഷാർ ഗാന്ധിയെ തടഞ്ഞവർക്കെതിരെ കേസെടുത്ത് പോലീസ്. മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും എതിരായ കടന്നാക്രമണമെന്ന് മുഖ്യമന്ത്രി. സംഘപരിവാറിനെതിരായ വിമർശനത്തിൽ ഉറച്ചു തുഷാർ. തുഷാർ ഗാന്ധിക്ക് മാനസിക രോഗമെന്ന് BJP. KPCC വേദിയിലെത്തിയ G സുധാകരന് നേരെ ഇടത് സൈബർ ആക്രമണം. കൂട്ടുകൂടുന്നത് സഹോദരനെ കൊലപ്പെടുത്തിയ പാർട്ടിക്കൊപ്പമെന്ന ആക്ഷേപം. സുധാകരനോട് പരമപുച്ഛമെന്നും പോസ്റ്റുകളിൽ വിമർശനം. സംസ്ഥാന ബജറ്റ് ലോഗോയിൽ രൂപയുടെ ചിഹ്നം മാറ്റി തമിഴ്നാട്. ദേവനാഗിരി ലിപിക്ക് പകരം തമിഴ് അക്ഷരം രു ചേർത്തു. ടീസർ പങ്കുവച്ച MK സ്റ്റാലിൻ. വിമർശനവുമായി BJP. ദളിത് ചിന്തകനും സാഹിത്യകാരനുമായ KK കൊച്ച് അന്തരിച്ചു. അന്ത്യം 76-ാം വയസ്സിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിടവാങ്ങിയത്. കീഴാള ജീവിതങ്ങളുടെ അവകാശങ്ങൾക്കായി നിരന്തരം പോരാടിയ വ്യക്തിത്വം. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിന്റെ മടക്കയാത്ര വീണ്ടും വൈകുന്നു. സ്പേസ് എക്സിന്റെ ക്രൂ 10 ദൗത്യം മുടങ്ങി. സാങ്കേതിക തകരാറിന് കണ്ടെത്തിയത് വിക്ഷേപണത്തിന് തൊട്ടുമുമ്പ്. കണ്ണൂരിൽ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് 8 മാസം പ്രായമായ കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. ഡോക്ടർ കുറിച്ചു നൽകിയ മരുന്നിന് പകരം മെഡിക്കൽ ഷോപ്പ് നൽകിയത് അമിത ഡോസുള്ള മറ്റൊരു മരുന്നാണ്. കുഞ്ഞിന്റെ കരളിന്റെ പ്രവർത്തനത്തെ ബാധിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു. പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽ ഷോപ്പിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഈ മാസം 8-നാണ് കണ്ണൂർ പഴയങ്ങാടി സ്വദേശി സമീറിന്റെ 8 മാസം പ്രായമുള്ള കുഞ്ഞ് പനിയെ തുടർന്ന് ക്ലിനിക്കിൽ ചികിത്സ തേടിയത്. ഡോക്ടർ കുഞ്ഞിനായി കുറിച്ച് നൽകിയത് പനിക്കുള്ള കാൽപോൾ സിറപ്പായിരുന്നു. എന്നാൽ പഴയങ്ങാടിയിൽ തന്നെയുള്ള ഖദീജ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നൽകിയത് പനിക്കുള്ള കാൽപോൾ തുള്ളിമരുന്നും. ഇതാണിപ്പോൾ കുഞ്ഞിന്റെ ആരോഗ്യനിലയെ ബാധിച്ചിരിക്കുന്നത്. മരുന്ന് ഓവർഡോസ് ആയിരുന്നതിനാൽ കരളിന്റെ പ്രവർത്തനത്തെ ബാധിച്ചുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതായും ഡോക്ടർമാർ. ഇന്നലെ കുട്ടിയുടെ
കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലത്തേക്ക് അത് ഭാഗ്യത്തിന് 1.1 ആയിട്ടുണ്ട്. അതായത് കുട്ടി ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇത്. അപ്പോൾ ഇനിയും കുട്ടി ബാഡ് ആവാൻ നമ്മൾ ചെയ്യേണ്ടത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ്. മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരുടെ പിഴവാണ് കുഞ്ഞിന്റെ ആരോഗ്യനില മോശമാക്കിയതെന്ന് അച്ഛൻ സമീർ പ്രതികരിച്ചു. പിഴവ് സംഭവിച്ച കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായും സമീർ ആരോപിച്ചു. ഡോക്ടർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, സിറപ്പ് തന്നെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് മെഡിക്കൽ ഷോപ്പിന്റെ അനാസ്ഥ മൂലം സംഭവിച്ചതാണ്. ബന്ധുക്കളുടെ പരാതിയിൽ ഖദീജ മെഡിക്കൽസിനെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. സുമേഷ് മൊറാഴ, ന്യൂസ് 18 കണ്ണൂർ. സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ യാക്കോബായ സഭയിലെ കാതോലിക്ക വാഴ്ചയ്ക്ക് സർക്കാർ പിന്തുണ നൽകുന്നതിലാണ് പ്രതിഷേധം. ഈ മാസം 25-ന് ലബനോനിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന സാഹചര്യത്തിലാണ് ഓർത്തഡോക്സ് സഭ നിലപാട് കടുപ്പിക്കുന്നത്. സുപ്രീം കോടതി വിധി അട്ടിമറിക്കുന്നതാണ് യാക്കോബായ സഭയിലെ പുതിയ കാതോലിക്ക ബാവ നിയമനമെന്ന് ഓർത്തഡോക്സ് സഭ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെ ശക്തമായ നിലപാടുമായി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെ സർക്കാർ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് ഓർത്തഡോക്സ് സഭയെ ചൊടിപ്പിച്ചത്. മന്ത്രി പി രാജീവ് ഉൾപ്പെടെ 7 സർക്കാർ പ്രതിനിധികൾ അതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനായി ഒരു വിഭാഗം തുനിയുമ്പോൾ അതിന് നമ്മുടെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ കട്ട സപ്പോർട്ട് നൽകുന്ന ഭരണ സംവിധാനം, അത് ഒട്ടും മനസ്സിലാകാത്ത രീതിയിലുള്ളതായ കട്ട സപ്പോർട്ട് നൽകുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് കാണുന്നതായ കാഴ്ച. 2017 സുപ്രീം കോടതി വിധി പ്രകാരം യാക്കോബായ സഭയിലെ പള്ളികൾക്കുള്ള അധികാരവും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനായിരുന്നു. അധികാരം നഷ്ടപ്പെട്ടിട്ടും കാലം ചെയ്ത തോമസ് പ്രഥമൻ ബാവയ്ക്ക് പകരം പുതിയ ആളെ നിയമിക്കുന്നത് സമാന്തര ഭരണത്തിന് വേണ്ടിയാണ് എന്നാണ് ഓർത്തഡോക്സ് സഭ ചൂണ്ടിക്കാട്ടുന്നത്. യാക്കോബായ സഭയുമായി ഏറെ അടുത്തു നിൽക്കുന്നത് കൊണ്ട് തന്നെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ സർക്കാർ തീരുമാനമെടുക്കില്ല എന്നുറപ്പാണ്. ഓർത്തഡോക്സ് സഭയും സർക്കാരും തമ്മിലുള്ള അന്തരം കൂടുകയും ചെയ്യുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. തുഷാർ ഗാന്ധിക്കെതിരായ അതിക്രമത്തിൽ കേസെടുത്ത പോലീസ്. RSS BJP പ്രവർത്തകർക്ക് എതിരെ നെയ്യാറ്റിങ്കര പോലീസാണ് കേസെടുത്തത്. പ്രതിഷേധം ഉണ്ടായാലും RSS വിമർശനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഗാന്ധിജിയുടെ പ്രപൗത്രൻ തുഷാർ ഗാന്ധി വ്യക്തമാക്കി. The BJP we will be able to defeat, but the RSS is poison, and we have to be very cautious about it, because if it spreads in the circulation system of our country. ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നടത്തിയ പ്രസംഗമാണ് BJPയെ പ്രകോപിപ്പിച്ചത്. ചടങ്ങ് കഴിഞ്ഞ് മടങ്ങിയ തുഷാർ ഗാന്ധിയുടെ വാഹനം തടഞ്ഞു. എന്നാൽ പ്രതിഷേധമുണ്ടായാലും RSS വിമർശനം തുടരുമെന്ന് തുഷാർ ഗാന്ധി. No, I don't intend to take any legal action. I respect their right to protest. I don't like or I don't respect their methods of protesting, but I respect their right to protest. കേരളത്തിൽ നിന്ന് ഇത്തരമൊരു പ്രതിഷേധം പ്രതീക്ഷിച്ചില്ല. Although I was surprised that it happened in Kerala, I feel that the secular parties in Kerala, the LDF and UDF, have to now wake up to the menace that RSS and BJP poses to the tradition and culture of Kerala, and come together to defeat these separatist forces. കോൺഗ്രസ് തുഷാർ ഗാന്ധിക്ക് സംരക്ഷണം ഒരുക്കുന്നു. മഹാത്മാഗാന്ധിയെയാണ് BJP അപമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ്. ഗാന്ധിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഗാന്ധി ഘാതകരെ ആദരിക്കുന്ന ആളുകൾ, ബഹുമാനിക്കുന്ന ആളുകൾ ഗാന്ധി നിന്നയാണ് ഇന്നലെ തുഷാർ ഗാന്ധിയോട് ചെയ്തത്. ഈ കേരളം മുഴുവൻ, കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ തുഷാർ ഗാന്ധിയോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. എന്നാൽ തുഷാർ ഗാന്ധിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് BJP. തുഷാർ മാനസിക രോഗിയാണെന്ന് BJP നേതൃത്വം ആരോപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. തുഷാർ ഗാന്ധിക്കെതിരായ സംഘപരിവാർ അതിക്രമത്തെ ശക്തമായി അപലപിച്ച മുഖ്യമന്ത്രി. ഇത്തരം പ്രവണതകൾക്കെതിരെ നിയമപരവും ജനാധിപത്യപരവുമായ നടപടിയുണ്ടാകും. കേരളത്തിൽ എത്തുന്ന ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങളുടെ വഴി തടയുന്നത് പോലെയുള്ള നീക്കങ്ങൾ അനുവദിക്കില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നടപടി ജനാധിപത്യ സമൂഹത്തിൽ അനുവദിക്കാനാവില്ല. പൊതുജനാഭിപ്രായം വളർത്തി സമൂഹമാകെ ഇത്തരം ചെയ്തികളെ ഒറ്റപ്പെടുത്തുമെന്നും പിണറായി വിജയൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. മനം നിറഞ്ഞ് വിശ്വാസികൾ.
ഭക്തസഹസ്രങ്ങളുടെ മനം നിറച്ച് ആറ്റുകാൽ പൊങ്കാല. ഇഷ്ടനിവേദ്യമായ ശർക്കര പായസവും തെരളിയും മണ്ടപ്പുറ്റും ആറ്റുകാൽ അമ്മയ്ക്ക് സമർപ്പിച്ചാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയ വിശ്വാസികൾ മടങ്ങിയത്. ഇന്ന് എല്ലാവരും ഇന്നത്തെ ദിവസം സമന്മാരാണ്. എല്ലാവരും ഈ തെരുവോരങ്ങളിൽ മുഴുവൻ ആറ്റുകാൽ അമ്മയ്ക്കുള്ള നിവേദ്യം അർപ്പിക്കാനായി ഒരേപോലെ, വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ, തിരക്കാണെങ്കിൽ തിരക്ക്, ഇതൊക്കെ സഹിച്ച് എല്ലാവരും ഇന്നത്തെ ദിവസം മുഴുവൻ ഈ തിരുവനന്തപുരത്തിന്റെ തെരുവോരങ്ങളിലുണ്ടാവും. പ്രാർത്ഥനകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി തലസ്ഥാനത്ത് സംഗമിച്ച ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് നിർവൃതി. അനന്തപുരിയിലെ വീഥികളിൽ പൊങ്കാലയടുപ്പൊരുക്കിയവർ ഇഷ്ടനൈവേദ്യം ദേവിക്ക് സമർപ്പിച്ചു. രാവിലെ ശുദ്ധപുണ്യാഹത്തിന് ശേഷമാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായത്. ശുദ്ധപുണ്യാഹത്തിന് ശേഷം കണ്ണകി ചരിതത്തിലെ പാണ്ഡ്യരാജാവിന്റെ വധം വിവരിക്കുന്ന തോറ്റംപാട്ട് നടന്നു. ദേവിയുടെ വിജയം കേട്ടയുടനെ തന്ത്രി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തിക്ക് കൈമാറി. 10:15 ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഓരോ തവണയും ആറ്റുകാൽ പൊങ്കാലയുടെ പേരും പെരുമയും കൂടുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തരുടെ പങ്കാളിത്തത്തോടെയാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാല നടന്നത്. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നൈവേദ്യം. ഈ സമയം വായുസേന ആകാശത്ത് പുഷ്പവൃഷ്ടി നടത്തി. ദശലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് ഇപ്പോൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ദൃശ്യങ്ങളിൽ. ഇപ്പോൾ ഇവിടെ അടുപ്പുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക്, വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. വീണ്ടും പൊങ്കാല അർപ്പിക്കാൻ അവസരമുണ്ടാക്കണമെന്ന പ്രാർത്ഥനയോടെ ഭക്തരുടെ മടക്കം. നഗരത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാല അടുപ്പുകൾ ഒരുക്കിയത്. കടുത്ത ചൂടിനെ അവഗണിച്ചും ലക്ഷങ്ങൾ പൊങ്കാലയുടെ ഭാഗമായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർക്ക് പൊങ്കാല സൗകര്യം ഒരുക്കി തലസ്ഥാനവാസികൾ മികച്ച ആതിഥേയരായി. പതിവ് പോലെ പോലീസും ഫയർഫോഴ്സും കോർപ്പറേഷനും മികച്ച സൗകര്യമൊരുക്കി മാതൃക കാട്ടി. അങ്ങനെ ഒരു വർഷത്തെ മലയാളികളുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ ഭക്തരും വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട തിരക്കിലാണ്. പൊങ്കാല നിറഞ്ഞൊഴുകിയ അടുപ്പുകളെല്ലാം തിരികെ എടുത്തുകൊണ്ടുപോയി പഴയ തിരുവനന്തപുരത്തെ തിരികെ പിടിക്കാനുള്ള തത്രപ്പാടിലാണ് ഇവിടെയുള്ള അധികൃതരെല്ലാവരും. ഇനി അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് കാത്തിരിക്കാം അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്കായി. ടീം ന്യൂസ് 18 തിരുവനന്തപുരം. നടിമാരായ ചിപ്പി, ആനി, ജലജ തുടങ്ങിയ സെലിബ്രിറ്റികളുടെ വലിയ നിരയാണ് ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ പൊങ്കാലയിടാൻ എത്തിയത്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത് വലിയ നിർവൃതിയാണ് എന്ന് ഇവർ പറയുന്നു. ഭയങ്കര സന്തോഷം, ഭയങ്കര നിറവ്, ഭയങ്കര സംതൃപ്തി. ആ വർഷം ചെല്ലുന്തോറും എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇരട്ടിക്കുകയുള്ളൂ. നമുക്കതല്ലേ ഈ പൊങ്കാല ദിവസം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയത് ഏറ്റവും വലിയ. അവർക്കൊരു സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിൽക്കുക. പിന്നെ ഒരുപാട് പ്രാർത്ഥനകൾ, പുതിയ മൂവിയുടെ റിലീസുണ്ട്. അപ്പം അതുകൊണ്ട് തുടരും റിലീസുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള പ്രാർത്ഥനയിൽ വന്നിരിക്കുകയാണ്. പ്രത്യേക ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ. ഇനി എല്ലാം ശരിയാവും എന്നുള്ളൊരു വിശ്വാസം. അമ്പലത്തിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ, പണ്ടൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും, ഇത്ര തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നലെയൊന്നും അങ്ങോട്ട് പോയിട്ട് അടുത്തോട്ട് പോകാനേ പറ്റുന്നില്ല, അത്ര തിരക്കാണ്. അത് വേർഡ്സ് ആയിട്ട് പറയാൻ പറ്റില്ല. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി എല്ലാ വർഷവും ഞാൻ 100% എല്ലാ വർഷവും ഞാൻ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പൊങ്കാല ഇടുക എന്നുള്ളത്. ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്നത് സഫലമായി. ഇല്ല, നമ്മൾ വലിയൊരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയാണ് ഇപ്രാവശ്യം ഇത്രയും വലിയ നേർച്ച ഇടുന്നത്. അത് ആഗ്രഹം സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷം പറഞ്ഞിരിക്കും. ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, അതെ, ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ടാണ് ഓരോ വട്ടം ആൾക്കാർ കൂടിക്കൂടി വരുന്നത്. ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും പൊങ്കാല ഇടാൻ പറ്റണേ. ഇപ്പോൾ വർഷം പൊങ്കാല ഇട്ട് നമ്മൾ പോയി കഴിഞ്ഞാലും അടുത്ത വർഷം പൊങ്കാല ഇടാൻ പറ്റണേ, ദേവി സാധിച്ചു തരണേ എന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ. അതെന്തായാലും
ദൈവമേ എല്ലാവരും കാക്കണേ, നന്നായിട്ട് ഇരിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് എൻ്റെ ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ ഞാൻ അത് നടന്നാൽ ഞാൻ വന്ന് ചെയ്യാം, അങ്ങനെ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ എല്ലാവർക്കും നല്ലത് വരട്ടെ, അല്ലെങ്കിൽ എല്ലാം നല്ലതാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പതിവ് പോലെ പൊങ്കാല കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തിരുവനന്തപുരം നഗരം ശുചിയാക്കി നഗരസഭ. പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച കല്ലുകളും നഗരസഭ ശേഖരിച്ചു. ലൈഫ് പദ്ധതിയിൽ വീട് വയ്ക്കുന്ന ആളുകൾക്ക് ഈ കല്ലുകൾ കൈമാറും. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പിന്നെ 3000-ലധികം തൊഴിലാളികൾ നഗരത്തിന്റെ മുക്കിലും മൂലയിലും ഒരേ സമയം ശുചീകരണത്തിനിറങ്ങി. പൊങ്കാലയിട്ടവർ ഉപേക്ഷിച്ചു പോയ കല്ലുകളും നഗരസഭ ശേഖരിച്ചു. 30-ലേറെ പാവങ്ങൾക്കാണ് കഴിഞ്ഞ വർഷം ഈ കല്ലുകൾ ഉപയോഗിച്ച് വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞത്. ശുചീകരണത്തിന് ശേഷം കൃത്രിമ മഴ പെയ്യിച്ച് ശുചീകരണം പൂർത്തിയാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ പൊങ്കാലയിട്ട് ആശാവർക്കർമാർ. സമരത്തിന്റെ 32ാം ദിവസം ആണ് ഇന്ന്. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനാണ് പൊങ്കാലയെന്ന് ആശാവർക്കർമാർ പറഞ്ഞു. എല്ലാ വർഷവും പൊങ്കാലയിടുന്ന പലരും സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധ സമരത്തിലാണ്. പ്രതിഷേധത്തിനിടയിലും പതിവ് തെറ്റിക്കാതെ ആശമാർ പൊങ്കാലയിട്ടു. ഐക്യദാർഢ്യം അറിയിച്ച് ഇന്നും നിരവധി പേരെത്തി. കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാലേ ആശമാർക്ക് പണം നൽകൂ എന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനെന്ന് സുരേഷ് ഗോപി. എല്ലാം ഇങ്ങോട്ട് കൊടുക്കണം, അവര് കൊടുക്കും. പക്ഷെ ഇങ്ങോട്ട് കൊടുത്താലേ കൊടുക്കൂ, അത് ന്യായം. കൊടുക്കാനുള്ളത് കൊടുത്തു, ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരൂ, തരാം, കണക്ക് കൊടുക്കില്ല, അതും അവരുടെ ന്യായം. ഇനി ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. ആശമാരുമായി മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ. ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, അവരുടെ ബിഹാഫിൽ റിക്വസ്റ്റ് ചെയ്യാണ്. CM അവരെ വിളിക്കണം, പിണറായി വിജയൻ അവരെ വിളിച്ച് അവരെ ഇരുത്തി ചർച്ച ചെയ്യണം. ദുരിതം പരിഹരിക്കാനും സമരം വിജയിക്കാനും പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ആശമാരുടെ പൊങ്കാല. ന്യൂസ് 18 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിനും ആശാസമരത്തിനും എതിരെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്ന സമര നേതൃത്വം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം മറച്ചുപിടിക്കുകയാണ്. ആശമാരുടെ കാര്യത്തിൽ BJP പിന്തിരിപ്പൻ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആശമാരെ സ്ഥിരം തൊഴിലാളികളായി കേന്ദ്രം അംഗീകരിക്കണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം അനങ്ങുന്നില്ല എന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്രയും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന BJPയുടെ പ്രതിനിധികളെയാണ് ആശമാരുടെ പേരിൽ നടക്കുന്ന സമരപ്പന്തലിലേക്ക് ആനയിക്കുന്നത് എന്ന വിമർശനവും മുഖപ്രസംഗത്തിൽ ഉണ്ട്. കേന്ദ്ര നയം തിരുത്താൻ യോജിച്ച സമരത്തിന് തയ്യാറാകണമെന്നും ദേശാഭിമാനി മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു. ഇടവേള. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഹാരിസൺസിന്റെ നെടുമ്പാല എസ്റ്റേറ്റ് തൽക്കാലം ഏറ്റെടുക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പുനരധിവാസത്തിനായി ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുക എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമായിരിക്കും. ആദ്യഘട്ടത്തിൽ 215 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള ഭൂമി മതിയാകുമെന്ന് സർക്കാർ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നെടുമ്പാല എസ്റ്റേറ്റ് തൽക്കാലം ഏറ്റെടുക്കുന്നില്ല എന്ന് സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചത്. രക്താർബുദ ചികിത്സയ്ക്കിടെ എയ്ഡ്സ് ബാധിച്ച് മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നുണ്ടോ എന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. 3 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. RCCയിലെ നിലവിലുള്ള രക്തപരിശോധനാ സംവിധാനത്തിന്റെ വിശദാംശങ്ങളും അറിയിക്കണം. ആലപ്പുഴ സ്വദേശി മരിച്ച സംഭവത്തിൽ പിതാവ് നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ KK കൊച്ച് അന്തരിച്ചു. ചികിത്സയിൽ കഴിയവേ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരളത്തിലെയും ഇന്ത്യയിലെയും ദളിത് കീഴാള ജീവിതങ്ങളെ അടയാളപ്പെടുത്താനും അവകാശങ്ങൾ നേടിയെടുക്കാനും നിരന്തരം പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്ത മൗലിക ചിന്തകൻ ആയിരുന്നു KK കൊച്ച്. 76 വയസ്സായിരുന്നു. NCP സംസ്ഥാന അധ്യക്ഷനായി തോമസ് K. തോമസ് ചുമതലയേറ്റു. NCPയിൽ പ്രശ്നങ്ങളില്ലെന്നും ചില വിഷയങ്ങൾ മാത്രമാണുള്ളത് എന്നും അത് പരിഹരിക്കുമെന്നും
തോമസ് കെ തോമസ് പറഞ്ഞു. മന്ത്രിക്ക് ചില പരിമിതികൾ ഉണ്ട്, അത് പരിഹരിക്കാൻ പാർട്ടി ഇടപെടും. പുതിയ ഭാരവാഹികളെയും ഉടൻ പ്രഖ്യാപിക്കുമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. തമിഴ്നാട് സംസ്ഥാന ബജറ്റിന്റെ ലോഗോയിൽ രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ് അക്ഷരമായ രൂ ചേർത്ത് സർക്കാർ. ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ ആണ് ഈ മാറ്റം. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ പുതിയ വാഗ്വാദത്തിന് തിരികൊളുത്തി. ത്രിഭാഷാ നയത്തിൽ തമിഴ്നാട് സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കെയാണ് പുതിയ വിവാദം. സംസ്ഥാന ബഡ്ജറ്റിന്റെ പോസ്റ്ററുകളിലാണ് രൂപയുടെ ചിഹ്നം തമിഴിലാക്കിയത്. ദേവനാഗരി ലിപിയിലെ രാ എന്ന അക്ഷരമാണ് തമിഴ് ലിപിയിലേക്ക് മാറ്റിയത്. 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് വെള്ളിയാഴ്ച തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിക്കും. ബജറ്റിന്റെ ടീസർ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ എക്സിൽ പങ്കുവച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ തമിഴ്നാടിന്റെ വികസനം ഉറപ്പാക്കാൻ എന്ന കുറിപ്പോടെയാണ് സ്റ്റാലിൻ ടീസർ പങ്കുവച്ചത്. ദ്രവീഡിയൻ മാതൃക, TN ബഡ്ജറ്റ് 2025 എന്നിങ്ങനെയാണ് പോസ്റ്റിലെ ഹാഷ്ടാഗുകൾ. കറൻസി ചിഹ്നത്തിലെ മാറ്റം ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെച്ചു. This is the, we say it's Talayeluthu. Talayeluthu should be changed, not Rubai Eluthu should be changed. So the high drama is going on. We are ashamed to be part of, to be under this government. ചിഹ്നം രൂപകൽപ്പന ചെയ്ത ഉദയകുമാർ മുൻ DMK MLAയുടെ മകനാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ വിമർശനവും പരിഹാസവും. നിങ്ങൾക്ക് എത്രത്തോളം മണ്ടനാകാൻ കഴിയും മിസ്റ്റർ സ്റ്റാലിൻ എന്നാണ് അണ്ണാമലയുടെ ചോദ്യം. മുൻപ് 2 ബഡ്ജറ്റുകളിലും രൂപയുടെ ചിഹ്നമാണ് ഉപയോഗിച്ചിരുന്നത്. ഇത്തവണയാണ് മാറ്റം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള സ്പേസ് എക്സിന്റെ ക്രൂട്ടൺ ദൗത്യം വീണ്ടും മുടങ്ങി. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിക്കുന്നതിന് തൊട്ടുമുമ്പാണ് സാങ്കേതിക തടസ്സം കാരണം മുടങ്ങിയത്. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. 8 ദിവസത്തെ ദൗത്യത്തിനായി ജൂൺ 5-നാണ് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും ബുച്ച് വിൽമോറും യാത്ര തിരിച്ചത്. എന്നാൽ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾ പണിമുടക്കിയതും കാരണം പേടകത്തിലുള്ള മടക്കയാത്ര ഒഴിവാക്കി. പല തവണ ഇരുവരെയും മടക്കി കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. തുടർന്ന് 9 മാസത്തോളമായി ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന ഇരുവരെയും തിരികെ എത്തിക്കാൻ നാസയും സ്പേസ് എക്സും ചേർന്നുള്ള ദൗത്യമാണ് ക്രൂട്ടൺ. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 5:18 പേടകം വിക്ഷേപിക്കാൻ സ്പേസ് എക്സ് ലക്ഷ്യമിട്ടിരുന്നത്. 10 മണിക്കൂർ നേരത്തെ യാത്രക്കൊടുവിൽ സ്പേസ് എക്സിന്റെ ക്രൂട്ടൺ ബഹിരാകാശത്തെത്തിച്ചേർന്നുമെന്നാണ് നാസ പ്രതീക്ഷിച്ചിരുന്നത്. 16-ാം തീയതിയോടുകൂടി സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കാമെന്നുമായിരുന്നു പ്രതീക്ഷ. എന്നാൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപാണ് സാങ്കേതിക തടസ്സം കാരണം മുടങ്ങിയത്. അടുത്ത ശ്രമം എന്ന് നടത്തുമെന്ന് സ്പേസ് എക്സും നാസയും ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാൻ സൈന്യവുമായുള്ള പോരാട്ടം തുടരുകയാണെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി. കൊല്ലപ്പെട്ട 100-ൽ അധികം പാക് സൈനികരുടെ പേരുകളോ ഫോട്ടോകളോ ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. സൈന്യം യഥാർത്ഥ മരണസംഖ്യ മറച്ചുവെക്കുകയാണ്. സേന വധിച്ചു എന്ന് അവകാശപ്പെടുന്ന ബലൂച്ച് പോരാളികളുടെ ഫോട്ടോകളും പുറത്തുവിടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് BLA പ്രസ്താവനയിൽ പറഞ്ഞു. റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ കരാർ റഷ്യ അംഗീകരിച്ചില്ലെങ്കിൽ വിനാശകരമായ ഉപരോധങ്ങൾ നേരിടേണ്ടി വരും എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. 3 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ റഷ്യയും അംഗീകരിക്കണമെന്നാണ് അമേരിക്കയുടെ നിർദ്ദേശം. അംഗീകരിച്ചില്ലെങ്കിൽ വിനാശകരമായ ഉപരോധങ്ങൾ റഷ്യയ്ക്കുമേൽ ചുമത്തുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. കടുത്ത തീരുമാനങ്ങളെടുത്താൽ അത് റഷ്യയ്ക്ക് വിനാശകരമാകും. പക്ഷേ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു. ഇതായിരുന്നു ട്രംപിന്റെ പ്രതികരണം. Ukraine done, and as you know, I've always said that Ukraine might have been the more difficult party. You were here a week ago when some interesting things happened. വെടിനിർത്തൽ കരാർ ചർച്ചയ്ക്കായി ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയ്ക്ക് പോകും. വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതായി അറിയിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി റഷ്യയുടെ സമ്മതം അമേരിക്ക ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു.
വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങളോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങളുടെ നിയന്ത്രണമടക്കമുള്ള വിഷയങ്ങളിലെ വിയോജിപ്പാണ് റഷ്യയെ പിന്തിരിപ്പിക്കുന്നതെന്നാണ് സൂചന. യുക്രൈൻ കരാർ അംഗീകരിക്കാൻ തയ്യാറായതോടെ യുക്രൈനുള്ള സൈനിക സഹായവും രഹസ്യാന്വേഷണ വിവര കൈമാറ്റവും അമേരിക്ക പുനഃസ്ഥാപിച്ചു. കലഹത്തിൽ കലാശിച്ച ട്രംപ് സെലൻസ്കി ചർച്ചയെ തുടർന്ന് നിർത്തിവെച്ച സഹായങ്ങളാണ് അമേരിക്ക പുനഃസ്ഥാപിച്ചത്. വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമാണ് ട്രംപിന്റെ വാക്കുകൾ. യുക്രൈനിൽ ധാതു ഖനനത്തിനുള്ള അമേരിക്കൻ നീക്കം സാധ്യമാകണമെങ്കിലും യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി ആഴ്സണൽ റയൽ മാഡ്രിഡിനെയും ബയേൺ മ്യൂണിക് ഇന്റർ മിലാനെയും നേരിടും. PSG-യുടെ എതിരാളികൾ ആസ്റ്റൺ വില്ലയാണ്. ബാഴ്സലോണയും ബൊറൂസിയ ഡോട്ട്മുണ്ടും തമ്മിലാണ് ക്വാർട്ടർ പോരാട്ടം. ഇന്നലെ നടന്ന രണ്ടാം പാദ പ്രീ ക്വാർട്ടറിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ മറികടന്നാണ് റയൽ ക്വാർട്ടർ ഫൈനലിന് യോഗ്യത നേടിയത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 8,120 രൂപ, പവൻ 64,960. 18 ക്യാരറ്റ് ഗ്രാമിന് 6,695, പവൻ 53,560. വെള്ളി ഗ്രാം 108, കിലോ 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളവുമായി ദിൽന ചേരും. നമസ്കാരം.